നിയമങ്ങൾ ഒക്കെ പാലിച്ച് തജ്വീദോടുകൂടെ പാരായണം ചെയ്യുമ്പോൾ അത് ഏറെ ആസ്വാദ്യകരമാകും, സ്വീകാര്യമാകും. ഒരു ഉറപ്പ്, ഒരു ഗ്യാരണ്ടി. തജ്വീദ് പഠനം നടത്തിക്കൊണ്ട് ഖുർആനിനെ അടുത്തറിയാൻ ശ്രമിക്കുന്ന ആളുകൾ പിന്നെ അയാളോട് ഇന്ന സ്ഥലത്തൊരു ക്ലാസ് ഉണ്ട് വരണട്ടോ എന്ന് പറയണ്ട. എവിടെയാ ക്ലാസ് ഉള്ളതെന്ന് തേടിപ്പിടിക്കും. ഷുവർ. അങ്ങനെയാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തന്ന സമയം അവസാനിച്ചു. 4 മിനിറ്റ് ഞാൻ അധികം എടുത്തിട്ടുണ്ട്. നിങ്ങളോട് ക്ഷമാപണം നടത്തുന്നു. അള്ളാഹു നമുക്കൊക്കെ ഖൈർ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം നിങ്ങളോടേതായിരുന്നാലും, നിങ്ങൾ ഇത്രയും ആളുകളെ കണ്ട് സംസാരിക്കുമ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയാലോ അല്ലേ. എൻ്റെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പഠന സംരംഭങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന പ്രദേശത്ത്, കോഴിക്കോട് ജില്ലയിൽ പൂനൂരാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ തൊട്ടടുത്ത ഒരു പ്രദേശത്ത് IQSR എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്ഥലം വാങ്ങിയിട്ടേ ഉള്ളൂ, മുഴുവൻ കാശൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ പോകുന്നു. നിങ്ങളുടെ യുവർ ബെസ്റ്റ് കോൺട്രിബ്യൂഷൻ ദുആ ചെയ്യണം. അല്ലാതെയും സഹായിക്കാം, ബന്ധപ്പെടാം. അവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇതാണ്. TTQ അഥവാ ഇന്ന് കോഴിക്കോടും വയനാടും ജില്ലകളിലായി 4 സെൻറ്ററുകളിൽ നടക്കുന്ന 100 മണിക്കൂർ കൊണ്ട് 100 ഹവേഴ്സ് കൊണ്ട് മുതിർന്ന ആളുകളെ, 20 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എന്നാണ് നമ്മുടെ ഡയലോഗ്, അവർക്ക് ഖുർആനിനെ തജ്വീദ് ഓടുകൂടെ ഓതാൻ പഠിക്കുന്ന, ആധികാരികമായി തജ്വീദ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു കോഴ്സാണ് TTQ. അതിന്ന് നടക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം അത് 4 സെൻറ്ററുകൾ കൂടെ വ്യാപിക്കും. നിങ്ങൾ ദുആ ചെയ്യണം. അതിന് ഒരു ആസ്ഥാനമായാണ് IQSR ഞങ്ങൾ സ്ഥാപിക്കുന്നത്. അതോടൊപ്പം ഒരുപാട് സാമൂഹിക സേവന പ്രവർത്തനങ്ങളും അതിൻ്റെ കീഴിൽ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ കുട്ടികൾക്ക് ഹിഫ്ള് ചെയ്യുന്നത്, കേവലം ബൈഹാർട്ട് ചെയ്യുന്നതിൽ നിന്ന് അല്പം കൂടെ മുന്നോട്ട് ചിന്തിച്ച് ഒരു കുട്ടി മനഃപ്പാഠമാക്കുന്ന ഒരധ്യായത്തിൻ്റെ ആകത്തുക എന്താണ് ഞാൻ ഈ വായിക്കുന്ന. അപ്പോൾ സൂറത്ത് യാസീൻ മനഃപ്പാഠമാക്കുന്ന ഒരു കുട്ടിക്ക് ആ സൂറത്തിൻ്റെ കണ്ടൻറ് എന്താണ് എന്നറിയണം. ആ വിധത്തിലാണ് കുട്ടിയെ ആയത്തുകളുടെ വാക്കുകളുടെ എല്ലാറ്റിൻ്റെയും ഒന്നും അർത്ഥം കിട്ടിക്കൊള്ളണമെന്നില്ല. ആ പ്രായത്തിൽ അങ്ങനെ പഠിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. സമയവും പരിമിതമായിരിക്കും. പക്ഷേ മനഃപ്പാഠമാക്കുന്ന സൂറത്തിൻ്റെ ആകത്തുക എന്താണ്, കണ്ടന്റ് എന്താണ് എന്ന ധാരണയോടുകൂടെ ഹിഫ്ലാക്കുക. അതിലപ്പുറം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉബൈ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ പറഞ്ഞതുപോലെ മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ അതിൻ്റെ അക്ഷരസ്ഫുടതയിലും നിയമത്തിലും ശ്രദ്ധ കാണിക്കുക. പെർഫെക്റ്റ് തജ്വീദോടുകൂടെ, ആശയധാരണയോടുകൂടെ ഖുർആൻ മനഃപ്പാഠമാക്കാൻ കുട്ടികൾക്ക് THQ തദ്രീബു ഹിഫ്ളിൽ ഖുർആൻ എന്ന 1 ഇയർ പ്രോഗ്രാം ഫോർ ബോയ്സ് വിത്ത് അക്കമഡേഷൻ. പെൺകുട്ടികൾക്കും ഭൗതിക വിദ്യാഭ്യാസം വലിയ തോതിൽ, ഉയർന്ന തോതിലെത്തിയ ആൺകുട്ടികൾക്കും വീക്ക്ലി പ്രോഗ്രാം, അവിടെ അഡ്മിഷൻ നേടിക്കൊണ്ട് തന്നെ. അതേപോലെ ഫാമിലി പാക്കേജ്. ഇപ്പോൾ ഇവിടുന്ന് മംഗളൂരിൽ നിന്ന് ഒരാൾ വിളിച്ച് ചോദിക്കുക, എൻ്റെ ഫാമിലി ഞങ്ങൾ അടുത്ത മാസം ഒരു 4 ദിവസം ഫ്രീ ഉണ്ട്, അവിടെ വന്നാൽ ഞങ്ങൾക്കൊന്ന് ഒരു സൂറത്ത് അർത്ഥസഹിതം തജ്വീദോടുകൂടെ ഒന്ന് ഓതി പഠിപ്പിച്ച് തരുമോ, അക്ഷരമൊന്നും അറിയില്ല കേട്ടോ, പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചതാ, പിന്നെയൊക്കെ മറന്നു പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംരംഭം അവിടെ സ്റ്റേ ചെയ്ത് 4 5 എത്രയാണോ നിങ്ങളുടെ ദിവസം, നമ്മുടെ ദിവസം, അത്രയും ദിവസം അവിടെ നിൽക്കാം. ഫാക്കൽറ്റിമാർ സഹായിക്കാൻ അവിടെ ഉണ്ടാകും. പഠിച്ച് തിരിച്ചു വരാം അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അതേപോലെ എല്ലാ അധ്യാപകർക്കും പഠിക്കാനുള്ള സംരംഭം QRC ഖുർആൻ റിസർച്ച് എന്ന നിലയിൽ ഒരു ലൈബ്രറി, അതേപോലെ ഒരു മീഡിയ ലാബ്, ഇങ്ങനെയെല്ലാം കൂടെ ആയിട്ട് ചില സംരംഭങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെയൊക്കെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് നിങ്ങളുടെ സഹായം ഉണ്ടാകണം എന്ന് സംഘാടകരുടെ അനുവാദത്തോടുകൂടെ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആളുകളുടെ പേരുകൾ എല്ലാവരുടേതൊന്നും പറയാൻ എനിക്കറിയില്ല. SKSM-ഉമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ ഭാരവാഹികളുമായി ബന്ധപ്പെടുക. എൻ്റെ നമ്പറുള്ളവർക്ക് എന്നെ വിളിക്കുകയും ചെയ്യാം. അള്ളാഹു നമ്മെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, ഗഫൂറായ റബ്ബെ, പാപങ്ങൾ പുറത്ത് നിൻ്റെ സ്വർഗം അനുഭവിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവെ, വ്യത്യസ്ത വിഭാഗങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വ്യത്യസ്ത സ്വഭാവ രീതികൾ എല്ലാം നിലകൊള്ളുന്ന ഈ ലോകത്ത്, നാട്ടിൽ സ്നേഹത്തോടെ, ഐക്യത്തോടെ, സൗഹാർദ്ദത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും സന്മനസ്സും അചഞ്ചലമായ
അപാരമായ വിശ്വാസവും കരുത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. മനുഷ്യർ തമ്മിൽ സന്തോഷത്തോടുകൂടെ കളിയാടുന്ന ഒരു സാഹചര്യം നീ അവസാനം വരെ നിലനിർത്തി തരണമേ റഹ്മാനെ. നന്മ നന്മയായി കാണാനും ഉൾക്കൊള്ളുവാനും തിന്മയുണ്ടെന്നറിഞ്ഞാൽ വർജിക്കുവാനുമുള്ള കരുത്തുറ്റ ഈമാനും ആർജവവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا إننا نسألك باسمك الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أن تغفر لنا ذنوبنا إنك أنت الغفور الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على خير خلقك محمد وآله وصحبه أجمعين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. First of all, I would like to thank Almighty Allah for guiding this program to success. Alhamdulillah. I would like to extend my heartfelt gratitude to speaker of our program, Maulavi Naushad Kakavail, who mesmerized us with his Quranic knowledge. I would also like to thank Sheikh Saqib Salim Umri, who carried out the inaugural speech. I thank Janab Ibrahim Kodijal, Vice President, Muslim Central Committee. I thank Bashir Sagar, President, Karnataka Salafi Association, Saudi Central Committee. It's my duty to thank Ismail Shafi, Vice President, SKSM, Abdul Rauf Suralpadi, Vice President, SKSM, Advocate Muhammad Ilyas, Legal Advisor, SKSM, Mustafa Darmi, Salafi Education Board, SKSM, Shihab Talpadi, President, Youth Wing, SKSM, Master Sirajuddin, Secretary, Youth Wing, SKSM, Police Department, Sound System and Pandal. Last but not least, I would like to thank members of SKSM, volunteers and all the audience present here. Jazakumullahu khair wa akhir da'wana alhamdulillahi rabbil alamin. Assalamu alaikum wa rahmatullahi wa barakatuh.